ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് അഭിനയ. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സെറ്റായിട്ട് അമ്പലത്തിലോട്ട് പോകുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും കോംബോ ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, അവൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് തോന്നി വയലേറ്റ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എടുത്തതാട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ടൊക്കെ. ഏകദേശം ടൈം 7:30 ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും മഞ്ഞൊന്നും അങ്ങോട്ട് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ ഞങ്ങൾ റോട്ടുമ്മ കൂടെയും പോകാം, പാടത്ത് കൂടെയും പോകാം. ഇന്ന് പാടത്ത് കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഈ ഒരു മോർണിംഗ് ടൈമിൽ പാടത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ വേറൊരു നല്ലൊരു വൈബാണ്. നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, എന്താ പറയുക, നമുക്ക് ഉള്ളിലൊരു കുളിർമയേകുന്നൊരു പ്രദേശമാട്ടോ ഇതൊക്കെ. ഞങ്ങൾ ചെറുതാകുമ്പോൾ എപ്പോഴും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും. ഈ പുസ്തക പൂജൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഡെയിലി രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ വലുതാവും തോറും അമ്പലത്തിലേക്കുള്ള പോകൊക്കെ കുറഞ്ഞു വന്നത് അച്ഛനാട്ടോ. അച്ഛൻ പോത്തിനുള്ള വൈക്കോൽ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനോടും കുറച്ച് നേരം സംസാരിച്ചത് നമ്മൾ പോവുകയാണെങ്കിൽ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ചു തരുന്ന സമയമാവണുള്ളൂ. ഇതിൽ നിന്ന് നെല്ലൊക്കെ എടുത്തതിന് ശേഷമുള്ളൊരു കാഴ്ച കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് ഇവിടെയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്, പച്ചപ്പ് നിറഞ്ഞ്, എന്താ പറയുക, നമ്മുടെ മനസ്സിനൊക്കെ ഒന്ന് കുളിർമയേകുന്നൊരു സ്ഥലങ്ങളാട്ടോ ഇവിടെ. നല്ല ഭംഗിയാണ്. ആദ്യമൊക്കെ ഇതിലും ഭംഗിയുണ്ടായിരുന്നു, കാരണം ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മഴ പെയ്താൽ വീണ്ടും ഇവിടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. കാണാൻ തന്നെ വേറൊരു വൈബാണ്. നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അമ്പലത്തിൽ പോയിട്ട്. പക്ഷേ അവിടെ അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടൊക്കെ മാറ്റി അവിടെ എന്തൊക്കെയോ റീകൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് തന്നെ അങ്ങനെയായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അടിപൊളി അമ്പലമാണ്. കേരളത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമായിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ അമ്പലം ആയതുകൊണ്ട് തന്നെ വി പ്രൗഡ് ഓഫ് ദം. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ആ ഒരു ഓടൊക്കെ വന്ന് സെറ്റ് ആയാലേ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുള്ളൂ. നല്ല രസമുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോഴൊക്കെ വേറെ ഏതൊരു അമ്പലത്തിൽ വന്ന ഫീലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഡെയിലി ആ ഒരു ടൈമിൽ എപ്പോഴും വരുന്ന സമയത്തുള്ള പോലെ അല്ലല്ലോ. ഈ ഓടൊക്കെ മാറ്റി ഉള്ളിലേക്ക് നല്ല രീതിയിൽ പ്രകാശം കൊടുത്ത് വേറൊരു മലയുടെ മേലൊക്കെ ഉള്ള ഒരു അമ്പലത്തിലേക്കൊക്കെ ഒരു പോയ ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കടന്ന് പായസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അറിയുന്നൊരു മുത്തശ്ശനുണ്ട്. അപ്പോൾ ആ മുത്തശ്ശൻ കുറേ ആയില്ലേ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തുണ്ട് കേട്ടോ, ചുറ്റമ്പലം കഴിഞ്ഞിട്ട് പുറത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു. കാരണം മനസ്സിനൊക്കെ ഒരു ശാന്തം നൽകുന്നൊരു പ്ലേസാണല്ലോ. നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊക്കെ ഒരു കുളിർമയും സുഖം, എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒഴിവായി കിട്ടുമല്ലോ. പിന്നെ കുളത്തിൻ്റെ അവിടെ ആളുകൾ കുളിക്കുന്നുള്ളതുകൊണ്ട് തന്നെ കുളത്തിൻ്റെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുളത്തിൻ്റെ അവിടെ ഒക്കെ വീഡിയോ എടുത്ത സെറ്റാണ്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറേ റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൊണ്ടും സാഹചര്യങ്ങളൊന്നും ഓക്കെ ആയിരുന്നില്ല കേട്ടോ. അതിന് നമ്മൾ കുറിയൊക്കെ പ്രസാദമൊക്കെ വാങ്ങിച്ച് കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ നല്ല പീസ്ഫുൾ ആയിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു ഉന്മേഷവും കുളിർമയും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറച്ചായി ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വരണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നീണ്ടുപോയി കേട്ടോ. ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയി അമ്പലത്തിലേക്ക് വന്നിട്ട്. തൊട്ടടുത്തുള്ള അമ്പലമാണെങ്കിൽ നമുക്ക് ഒരു തിരക്കും ക്ലാസ്സൊക്കെ പോകാനുള്ളതുകൊണ്ടും പിന്നെ ലീവുള്ള ദിവസമൊക്കെ നമ്മൾ ഉറങ്ങിപ്പോകും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഒരുപാട് ദിവസത്തിന് ശേഷം വന്നപ്പോൾ വേറൊരു സന്തോഷവും മനസ്സിനൊക്കെ ഒരു കുളിർമയൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ സൺ കിസ്ഡ് മീ ആ ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം സണ്ണായിട്ട് ഉദിച്ച് തന്നെ ആ ഒരു കിഴക്കുന്ന് ഉദിച്ച് വരികയല്ലേ, നമ്മൾ കിഴക്കോട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആ സൺലൈറ്റ് അടിച്ചിട്ട് മുഖം കണ്ട് ഗ്ലോ ചെയ്യുക, വേറൊരു വൈബ്. ക്യാമറയ്ക്ക് നോക്കുമ്പോഴാണെങ്കിൽ ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഞങ്ങൾ ചെറുതാകുമ്പോഴൊക്കെ ഞങ്ങൾ കുളിക്കാനൊക്കെ അമ്പലക്കുളത്തേക്ക് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ചെറുതാണല്ലോ, അപ്പോൾ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ തൂങ്ങി കിടക്കുന്ന ആൽമരത്തിൻ്റെ, അപ്പോൾ അതുമ്പോൾ പിടിച്ച് തൂങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇവിടെ നിന്നിട്ട് തൂങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഊഞ്ഞാലാടുന്ന പോലെ ആടി കളിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ പഴയ കാലങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ നമുക്ക് കിടന്ന് തൂങ്ങാൻ പറ്റൂല, കാരണം അതിൻ്റെ ശാഖകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം ആകുമ്പോൾ കളിച്ചിട്ടൊക്കെയോ ഞങ്ങൾ പോകുന്നുണ്ടാവുക. അങ്ങനെ വീട്ടിലെത്തിയ പാടനെ നമ്മൾ പ്രസാദം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൽ നിന്ന് കുറച്ച് കഴിക്കണമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ബാക്കി പ്രസാദം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീണ്ടും ഞാൻ റെഡി ആയിട്ട് എനിക്ക് അക്ഷയയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോകുന്നപ്പോൾ ബസ് ഇല്ലാത്തതുകൊണ്ട് മുടങ്ങി അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. പോയ പോക്ക് തിരിച്ച് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയായ ഒരു സമയമായതുകൊണ്ട് ചോറും അതുപോലെ തന്നെ പരിപ്പ് കറിയും ചിക്കൻ കറിയും ഉരുളക്കിഴങ്ങ് വറുത്തതും പപ്പടം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ചോറ് കഴിച്ചു കേട്ടോ. അതിനുശേഷം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. നല്ല ചൂടല്ല, അപ്പോൾ ആ ഒരു നട്ടുച്ച ടൈമിൽ തന്നെ എനിക്ക് വീഡിയോ എടുക്കാണ്ടായിരുന്നു. നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടോ. ഞാൻ ഒരുപാട് ഈവനിങ് വ്ളോഗ് പോലൊക്കെ അതിൽ ആഡ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കേണ്ട കാര്യം ആകെ വിട്ടുപോയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.